മക്കളെ, ഫോർഗീവിങ് ഫ്രീസ് യു. ഫോർഗീവിങ് നിന്നെ സ്വതന്ത്രയാക്കും ദൈവവേദിലെ. നീ എപ്പോഴെങ്കിലും ചിലരോട് ക്ഷമിക്കാനായിട്ട് ശ്രമിച്ചിട്ട് നീ തന്നെ മനസ്സിലാക്കിയിട്ടില്ലേ, അയ്യോ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന്? വോളണ്ടറിലി ഓർ ഇൻവോളണ്ടറിലി, അറിഞ്ഞോ അറിയാതെയോ നിന്നോട് ചെയ്തിട്ടുള്ള ചിലത് നിമിത്തം നിന്നിലുള്ള ചിലത് ബ്ലോക്കായിട്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീലിങ് നിനക്കുണ്ടോ? നീ അതിൽ കൂടെ സത്യമായിട്ടൊന്ന് ക്ഷമിപ്പാൻ തക്കവണ്ണം ഒരു ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊന്നും നിൻ്റെ ഫീലിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഫോർഗീവ്നെസ് അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് നിനക്ക് ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന വചനം അനുസരിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ആ വചനം ക്ഷമിക്കുവാൻ തക്കവണ്ണം നിന്നെ എൻകറേജ് ചെയ്യട്ടെ. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യർ 4:32, എഫീഷ്യൻസ് 4:32, നിങ്ങൾ തമ്മിൽ ദൈവമനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. അതുകൊണ്ട് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് യുവർ വിൽ, പക്ഷേ അതൊരു ഡിവൈൻ ആക്റ്റാണ്, ദൈവീയമായ ഒരു പ്രവൃത്തിയാണ്. വിശ്വാസത്തിൻ്റെ ചാനലിനെ നിൻ്റെ ജീവിതത്തിലെ അൺഫോർഗീവ്നെസ് ബ്ലോക്ക് ചെയ്യും. നിൻ്റെ സന്തോഷത്തെ അത് മോഷ്ടിക്കും. എന്നാൽ നീ ക്ഷമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഇന്നർ ഫ്രീഡം നിന്നിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. എന്നിട്ട് അത് നിന്നെ സമാധാനത്തിലേക്ക് നടത്തും. പ്രൈസ് ഗോഡ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നൊരു കീയാ ഫോർഗീവ്നെസ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചലിക്കുവാൻ ദൈവമക്കളെ ഒന്ന് അനുവദിച്ചു കൊടുക്കാമോ? എൻ്റെ പ്രിയ ദൈവപൈതലേ, ഇത് നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നീയും പ്രാർത്ഥിക്കുക. ദൈവമേ, നീ എൻ്റെ ഹൃദയം കാണുന്നുണ്ടല്ലോ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്കതിന് കഴിയുന്നില്ലല്ലോ. എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ച് കർത്താവേ, പക്ഷെങ്കിൽ എനിക്കത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവിൽ കൂടി ഞാൻ നിൻ്റെ സഹായം ചോദിക്കുക, സത്യമായി ഒന്ന് ക്ഷമിക്കുവാൻ, ഒരു ഫുൾ ഫ്രീഡത്തിൽ നിന്നോടൊപ്പം നടക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും ആനന്ദവും സമാധാനവും എല്ലാം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം നീ ഇടയാക്കണമേ. ആ വ്യക്തിയെ സ്നേഹിപ്പാൻ, ആ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഒന്ന് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ഗോഡ്. ഈ ഡിവോഷൻ കേൾക്കുന്ന അനേകായിരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു ചിലരെങ്കിലും ഈ പ്രാർത്ഥന എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെയൊക്കെ എൻകറേജ് ചെയ്ത് സത്യത്തിൻ്റെ പാതയിൽ വഴി നടത്തട്ടെ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 11:28 ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ. ചിലപ്പോൾ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. ഹൗ ഈസ് യുവർ ഹാർട്ട് ഡൂയിങ്? നിൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? നിൻ്റെ ഹൃദയത്തിനകത്ത് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് തോട്ട്സാണ് ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് എനിക്കൊരു വിലയുമില്ല, എനിക്കത് നേടിയെടുക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ടോ? അതോ ചിലരുടെ വാക്കുകളും ചിലരുടെ ആറ്റിറ്റ്യൂഡും നിമിത്തം നിൻ്റെ ഹൃദയം വേദനിച്ചിരിക്കുകയാണോ? ചില അനീതി നിറഞ്ഞ സാഹചര്യത്തിൽ നീ ആയിരിക്കുവാണോ?
നീ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇങ്ങനെ പോയാൽ ഇതൊരു നെവർ എൻഡിങ് സൈക്കിളാണെന്ന്? അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവപൈതലേ, ഞാൻ പറയട്ടെ, ദൈവത്തോട് ചോദിയിര് ഈ ഇൻറ്റേർണൽ സഫറിങ്ങിനുള്ള കാരണം എന്തുവാന്ന്. റൈറ്റ് അവേ നിനക്ക് ഉത്തരം കിട്ടും. സ്തോത്രം. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, അതിനകത്ത് പ്രാധാന്യമുള്ളത് എന്താണെന്നറിയാമോ? നീ നിൻ്റെ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ തുറക്കണം, അവനിലൊന്ന് ആശ്രയിക്കണം. എല്ലാം കൊണ്ട് നീ അവനിലൊന്ന് ആശ്രയിക്കണം. പറ്റുമോ? ഹല്ലേലൂയ. ഒരു ദൈവപൈതൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് സാറാ ഹോൺ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹൗ ക്യാൻ ഐ പോസിബിളി ഫോർഗീവ്. ആ ബുക്കിനകത്ത് അവൾ എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഒരു കോട്ടുണ്ട്, അത് ഞാൻ പറയാം. വാട്ട് ഡിസ്ട്രാക്ട്സ് അവർ ഹാർട്ട്സ് ഡിസ്ട്രാക്ട്സ് അവർ സോൾ. ആമേൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ശബ്ദമായി, ഒരു ധ്വനിയായി, ഞാൻ പറയട്ടെ, ഒരു ധ്വനിയായി നമ്മുടെ ഉള്ളിൽ മുഴങ്ങുമ്പോൾ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് കേൾക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അവൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ദൈവത്തിലെ യേശുപ്പച്ചൻ ഇതെല്ലാം ലാവിഷായിട്ട് നിൻ്റെ മേൽ വർഷിക്കുവാൻ ആഗ്രഹിക്കുക, അനുഗ്രഹങ്ങൾ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിൻ്റെ ഹൃദയത്തിൽ എന്താണ് ഇപ്പോൾ തിളച്ചു പോകുന്നതെന്ന് ഓർക്ക്. പ്രൈസ് ഗോഡ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലോട്ട് അത് കൊണ്ടുവരാനല്ലേ പറയുന്നത്, ആ വിഷമങ്ങൾ. പ്രൈസ് ഗോഡ്. അത് അവൻ്റെ കൃപാസനത്തിന് മുമ്പിൽ നീ കൊണ്ടുപോയി ഒന്ന് വെക്ക്. മത്തായി 11:28 അങ്ങനെയാണ് നമ്മോട് പറയുന്നത്. എല്ലാ ഭാരവും ഒന്ന് അവൻ്റെ കാൽക്കൽ വെക്കാൻ. റിലീസ് ചെയ്യുക. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ വെക്ക്. അത് വെക്കാൻ നമുക്ക് ഇച്ചിരി പാടാം, പറയാൻ എനിക്ക് എളുപ്പവും അല്ലേ? പക്ഷേ ആ ഒരു സ്റ്റെപ്പ് എന്നാ പറ്റുമെന്നറിയാമോ? നിൻ്റെ ജീവിതത്തെ രക്ഷിക്കും. ഇല്ലെങ്കിൽ ദൈവവും നീയുമായിട്ടുള്ള ആ അടുപ്പത്തിൻ്റെ മധ്യത്തിലേക്ക് നീ ഒരു വലിയ ഭിത്തി കെട്ടിപ്പോകുകയെന്ന് ഓർത്തോണം. പ്രൈസ് ഗോഡ്. അത് മാറ്റിക്കളഞ്ഞാൽ, ആ ഭാരം മാറ്റിക്കളഞ്ഞാൽ, ആ ഭാരം അവൻ്റെ പാദപീഠത്തിൽ നീ അർപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവൻ്റെ ഉറവുമായിട്ട് നീ കണക്റ്റഡ് ആകുക. പ്രൈസ് ഗോഡ്. എന്നാ നല്ലൊരു ഫ്രണ്ടാണ് അവനല്ലേ, ദ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്ന ആ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം സഫർ ചെയ്യാൻ അനുവദിക്കാതെ വണ്ണം അത് ദൈവത്തെ ഏൽപ്പിക്കുക, ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. അങ്ങനെ സമാധാനം, റിയൽ പീസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മിൽ പ്രസാദിക്കും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ. മാത്യു 18:21-22 ഇങ്ങനെ പറയുന്നു. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ പഠിപ്പിക്കല. ഞാൻ പറയട്ടെ, നമുക്കതിന് കഴിയുമോ? കഴിയണം. ഫീലിങ്സ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പോപ്പപ്പ് ചെയ്തു വരും, അതിന് യാതൊരു സംശയവുമില്ല. പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ പൂർണ്ണമായിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് കഴുകിപ്പോയി എന്നിരിക്കത്തില്ല. വീണ്ടും ചിലപ്പോൾ ഓർക്കുമ്പോൾ നീ അനോയ്ഡ് ആയെന്നിരിക്കും, നീ ആംഗ്രി ആയെന്നിരിക്കും. പക്ഷെ ആരും കാണത്തില്ലായിരിക്കും, അത് ഇൻറ്റേർണലി ആയിരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവം ക്ലിയർ ആകട്ടോ. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്, നീ വിട്ടുകൊടുത്തേരെ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മിൽ പ്രസാദിക്കട്ടെ. 7-70 വട്ടം ക്ഷമിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. 7-70 വട്ടം എന്ന് പറയുമ്പം 490 പ്രാവശ്യം. ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് സമ്മൺ കുഡ് ഹേർട്ട് us 490 times? എന്ത് പറയുന്നു? ഇഫ് പോസിബിൾ, ദോ അൺലൈക്ലി, യെറ്റ് വി തിങ്ക് അബൌട്ട് ഹൗ സമ്മൺ ഹേർട്ട് us dozens, maybe hundreds of times per day.
or even 7 times a day, or for 70 days in a row. Unfortunately, this could definitely happen. പക്ഷേ ദൈവത്തിൻ്റെ കാരണം നമ്മളെ നിലനിർത്തുക. യേശുവിൻ്റെ ടീച്ചിങ്ങിൽ നമ്മളോട് പറയുന്നതാ, ഈ മെമ്മറീസൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വന്നാലും അത് ഹോണ്ട് ചെയ്യാൻ നാം അനുവദിക്കരുത്. വി നീഡ് ടു ഫോർഗീവ്, ആക്ച്വലി ഫോർഗീവ് എഗെയിൻ ഫോർഗീവ്. ഈ ഫോർഗീവ്നെസ് ഒരു ചോയ്സാണ് കേട്ടോ. ഹല്ലേലൂയ. യേശു നമ്മോട് കൂടെ ഉണ്ട്, നാം ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. അവൻ നമുക്ക് ക്ഷമിപ്പാനുള്ള കൃപ തന്നിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നീ ഞങ്ങളോട് ക്ഷമിക്കുന്ന ദൈവമാണെന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പത്രോസ് സംശയം ചോദിച്ചു, കർത്താവ് ഉത്തരവും കൊടുത്തു. ഇന്നും ഞങ്ങളോട് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ക്ഷമിപ്പാനും സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ജീവൻ നയിപ്പാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.